കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള അതിവേഗ റെയിൽ പദ്ധതിക്കായി 78,000 കുടുംബങ്ങളാണ് കുടിയിറങ്ങേണ്ടത്. ഈ കുടുംബങ്ങൾ തങ്ങളുടെ ആവശ്യം തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുകയാണ്. ഈ പദ്ധതിയുമായിട്ട് ഗവൺമെൻറ് പോകുന്ന പക്ഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും ഇനി അഥവാ ഈ പദ്ധതി ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ ഈ പദ്ധതി ഉപേക്ഷിക്കുന്നതുവരെ ജനകീയ സമരങ്ങളിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് സ്ഥാനാർത്ഥികൾ ഞങ്ങൾക്ക് രേഖാമൂലം ഉറപ്പ് തന്നിരിക്കണം. ഇല്ലെങ്കിൽ ആ തരാത്ത സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താനുള്ള എല്ലാ നീക്കങ്ങളും ഞങ്ങൾ കോഴിക്കോട് ജില്ലയിൽ ചെയ്യും. അതിവേഗ റെയിൽ പദ്ധതിക്കെതിരാണ് തന്റെ നിലപാടെന്ന് കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരു ജനപ്രതിനിധികൾക്ക് ഞാൻ സമ്മതിക്കുക മാത്രമല്ല, അങ്ങനെ ഒരു ഘട്ടം വന്നാൽ അതിന്റെ മുമ്പിൽ സമർത്ഥിത്വം കൊടുക്കാൻ ഞാൻ ഉണ്ടാകുമെന്ന് കൃത്യമായി തീരുമാനമെടുത്ത ആളാണ് ഞാൻ. എന്നാൽ LDF സ്ഥാനാർത്ഥി A വിജയരാഘവന്റെ നിലപാട് വ്യത്യസ്തമാണ്. ഒരു വികസനത്തെ അപ്പാടെ തീർക്കില്ല. ആ വികസനം നടപ്പിലാക്കുമ്പോൾ അതിൽ ജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടെന്താണ്? അങ്ങനെയാണ് വികസനം നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റില്ല. കോഴിക്കോട് മണ്ഡലത്തിൽ മാത്രം 50,000 വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് അതിവേഗ റെയിൽ പ്രതിരോധ സമിതിയുടെ അവകാശവാദം. മീഡിയ 1 കോഴിക്കോട്.